പ്രിയമുള്ളവരെ, എല്ലാവർക്കും കേരള കോളിംഗിലേക്ക് സ്വാഗതം. ഈ കാണുന്നതാണ് പഴിഞ്ഞിപ്പാറ. ഈ പാറ നിൽക്കുന്ന സ്ഥലത്തിൻ്റെയും പേര് പഴിഞ്ഞിപ്പാറ എന്ന് തന്നെയാണ്. എങ്ങനെയാണ് ഈ സ്ഥലത്തിന് അല്ലെങ്കിൽ ഈ പാറയ്ക്ക് പഴിഞ്ഞിപ്പാറ എന്ന പേര് വന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. മഴ നനഞ്ഞെടുക്കുന്ന ഒരു ഉച്ചനേരത്താണ് ഞങ്ങൾ പഴിഞ്ഞിപ്പാറയിലെത്തിയത്. ഇത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഹിറ്റായതോടുകൂടി ഗുണാക്കേവും അതുപോലുള്ള പാറകളും ഒക്കെ കാണുമ്പോഴത്തെ ആളുകൾക്ക് ഒരു നൊസ്റ്റാൾജിയെ ഉണരുമെന്നറിയാം. അതുകൊണ്ട് അത്തരത്തിലൊരു സ്ഥലം അന്വേഷിച്ച് വന്നതല്ല. യാത്രയ്ക്കിടയിൽ ഒരു പഴിഞ്ഞിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതെ, പഴിഞ്ഞിപ്പാറ അല്ലേ? അതൊരു ഐതിഹ്യമാണ്. ഈ പണ്ട് ഭീമൻ കുടിച്ച പഴിഞ്ഞിയിൽ കല്ല് കിടന്നു വന്നും അതാണ് പഴിഞ്ഞിപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള ഐതിഹ്യമുണ്ട്. യാതൊരു വസ്തുതയില്ലാത്തതാണ്. അതെ, കീഴാറൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഈ പഴിഞ്ഞിപ്പാറ. പഴിഞ്ഞിപ്പാറയുടെ ഐതിഹ്യം എന്ന് പറയുന്നത്, പണ്ട് പാണ്ഡവന്മാർ വനവാസ കാലത്ത് ഭീമൻ പഴഞ്ഞു കുടിച്ചപ്പോൾ അതിലൊരു കല്ല് കണ്ട് ആ കല്ലെടുത്തിട്ടതാണ് ഈ പാറ എന്നാണ് ഒരു പറച്ചിൽ. അത് നമുക്ക് വിശ്വസനീയമൊന്നുമല്ല, പക്ഷേ എന്തായാലും ആ പേര് വന്ന അങ്ങനെയാണ്. കുറേ ദൂരെയായിട്ട് മാറിയിട്ട് പാണ്ഡവൻ പാറയുണ്ട്. അപ്പോൾ പാണ്ഡവനും ഭീമനും ഒക്കെ ആയിട്ട് എന്തോ ഒരു കണക്ഷൻ ഇവിടെ കാണും. ഈ പ്രദേശത്ത് വേറെ ഇതുപോലൊരു പാറ വേറെ ഇല്ല. ഒരു കരിമ്പാറയാണ്. ഇതുവഴി ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു പ്രത്യേകതയുള്ളൊരു പാറ. അങ്ങനെ നമ്മുടെ യാത്രയ്ക്കിടയിൽ നമ്മൾ പഴിഞ്ഞിപ്പാറ, ഇത് നമ്മുടെ സ്ഥലവാസിയായിട്ടുള്ള പേരെന്തായിരുന്നു? ജ്യോതികുമാറും നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഞങ്ങൾ ഇവിടം വരെ എത്തിച്ചു. നമ്മുടെ താഴെ റോഡിൽ നിന്ന് നമ്മൾ നടന്നാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ ഈ ആളുകൾ വന്ന് കയറാറൊക്കെ ഉണ്ട്. മേളിൽ പോകും. ഇപ്പം മഴ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആള് വലിച്ചു പിടിച്ച് കയറും. ആരെങ്കിലും അപകടമൊക്കെ പറ്റിയിട്ടുണ്ടോ? അപകടം പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ നമുക്കൊരു സിനിമ എടുക്കാം. അല്ല, എന്തെങ്കിലും ഒരു അപകടം പറ്റിയതിന് ഒരു സിനിമ എടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇതുവഴി കയറാം അല്ലേ? സ്ലിപ്പില്ല. വേറൊരു കാര്യം, ഞാൻ ഒരു മരം നിന്ന് മേളില് കാട്ടുപുന്ന അതിന് ഇവിടെ താമസിക്കുന്ന ഒരാള് വെട്ടി കുറച്ച്. അപ്പോൾ കറക്റ്റ് അങ്ങേര് ഈ പാറയുടെ കളറായി ശരീരം മൊത്തം. അങ്ങനെ ഒരു ഇതുകൊണ്ട് മരിച്ചു. ഇവിടെ കള്ളിമുള്ള് നിൽപ്പുണ്ട്. കള്ളിമുള്ള് സാധാരണ പൊതുവെ ഈ പിന്നെ നല്ല ചൂടുള്ള പ്രദേശങ്ങളിൽ മാത്രം കാണുന്നൊരു ചെടിയാണ് കള്ളിമുൾ ചെടി. വേനലിൽ മാത്രം കാണുന്നൊരു സാധനം. പക്ഷേ ഈ പാറയുടെ ചൂടുള്ളതുകൊണ്ടായിരിക്കും ഈ കള്ളിമുള്ള് ഇവിടെ ഇത്ര ഇങ്ങനെ വളരുന്നതെന്നുള്ളൊരു പ്രത്യേകത ഉണ്ടാണ്. കള്ളിമുള്ള് ഉണ്ട്. അപ്പം അങ്ങനെ ഭീമൻ്റെ പഴങ്ങഞ്ഞിക്കന്ന് കിട്ടിയ പാറയിൽ പഴങ്ങഞ്ഞി പിടിച്ച പാറ കല്ല് എടുത്തിട്ട് പഴിഞ്ഞിപ്പാറയിൽ നമ്മളെത്തി. അങ്ങനെ എന്തെല്ലാം കാഴ്ചകളിലൂടെ കടന്നു പോകാനാണ് കേരള കോളനി. കാലത്ത് ഇതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഒരു കോളനി ആയിട്ട് മാറുകയും ചെയ്തു. ഒരാൾക്ക് 15 സെന്റ് വെച്ചിട്ടാണ് അല്ലേ? 4 സെന്റല്ലേ കൊടുക്കുന്നത്. അങ്ങനെയല്ല, 15 സെന്റ് കൊടുത്തു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നു. നമുക്ക് നാളെ